ഹായ് ഫ്രണ്ട്സ്, PS ഇൻഫോ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് LGS മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ ഡെയിലി മോക്ക് ടെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയാണിത്. 30 ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നിങ്ങളെല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. കിട്ടുന്ന സ്കോർ എത്രയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ പറ്റും പോലെ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കേരളത്തിലെ ജില്ലകളിൽ പെടാത്ത ജില്ല. പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കേരളത്തിലെ ജില്ലകളിൽ പെടാത്ത ജില്ല ഏത്? ഓപ്ഷൻ ബി തൃശ്ശൂർ. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏത്? പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര. ഓപ്ഷൻ ഡി അഗസ്ത്യാർകൂടം. പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള ജില്ല ഏത്? പ്രതിമകളുടെ നഗരം എന്ന വിശേഷണമുള്ള ജില്ല. ഓപ്ഷൻ സി തിരുവനന്തപുരം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് കായൽ ഏതെന്ന് തിരിച്ചറിയുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ഏത് കായലാണ് എന്നത് തിരിച്ചറിയുക. ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ. അടുത്ത ചോദ്യം, യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം ഏത്? യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം. ഓപ്ഷൻ ബി കുരുമുളക്. താഴെ തന്നിട്ടുള്ളവയിൽ KSEBയുടെ ഉടമസ്ഥതയിലുള്ള വൈദ്യുത പദ്ധതി ഏതെല്ലാം? KSEBയുടെ ഉടമസ്ഥതയിലുള്ള വൈദ്യുത പദ്ധതികൾ ഏതെല്ലാം? ഓപ്ഷൻ ബി തന്നിരിക്കുന്ന എല്ലാ പദ്ധതികളും KSEBയുടെ ഉടമസ്ഥതയിൽ വരുന്നതാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക. ഓപ്ഷൻ സി M വിശ്വേശ്വരയ്യ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ്. ഭിലായ്, റൂർക്കേല എന്നീ ഇരുമ്പുരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അടുത്ത ചോദ്യം, നബാർഡുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? നബാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈയാണ്. GSTയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. GSTയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ ഡി 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. നാലാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യയിൽ GST ബിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം അസമാണ്. രണ്ടാമത്തെ സംസ്ഥാനമാണ് ബീഹാർ. താഴെ പറയുന്നവയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ പെടാത്തത് ആര്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ പെടാത്ത വ്യക്തി. ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിരുന്നു, പക്ഷേ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്നില്ല. ദേശീയ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്ന ദിവസം. ദേശീയ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്ന ദിവസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി നവംബർ 26. ദേശീയ നിയമദിനമായും ആഘോഷിക്കുന്നത് നവംബർ 26 തന്നെയാണ്. അടുത്ത ചോദ്യം,
ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ഓപ്ഷൻ ഡി അനുച്ഛേദം 32. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് 32-ാം അനുച്ഛേദമാണ്. അതുപോലെ തന്നെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചതും 32-ാം അനുച്ഛേദത്തെയാണ്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്ര? രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ. ഓപ്ഷൻ ബി 280. അവിവാഹിതരായ അമ്മമാരുടെയും അവരുടെ കുട്ടികളുടെയും പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ഓപ്ഷൻ എ സ്നേഹസ്പർശം. താഴെ പറയുന്നവയിൽ O രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത ഏത്? O രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആൻറ്റിബോഡികളായ എ, ബി എന്നിവ കാണുന്നു. അടുത്തത്, ചെവിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ചെവിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. 3ഉം 4ഉം പ്രസ്താവനകൾ തെറ്റാണ്. ചെവിയിൽ മെഴുകുഗ്രന്ഥികൾ കാണപ്പെടുന്നത് കർണനാളത്തിലാണ്. അതുപോലെ തന്നെ ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി മാലിയസ് ആണ്. അടുത്ത ചോദ്യം, നവജാത ശിശുവിൻ്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം. നവജാത ശിശുവിൻ്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം എത്ര? ഓപ്ഷൻ സി 33. തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ സി ഭാസ്കര. ചന്ദ്രയാൻ 3ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ. ചന്ദ്രയാൻ 3ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ ബി പി വീരമുത്തുവേൽ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തി അതിന് കാരണമായ പ്രതിഭാസം ഏതെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾക്ക് കാരണമായ പ്രതിഭാസം കണ്ടെത്തുക. ഓപ്ഷൻ ഡി ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ എന്നാൽ സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഡാഷ്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം. ഓപ്ഷൻ ബി അഡ്ഹീഷൻ ബലം. പീരിയോഡിക് ടേബിളിനെ പറ്റിയുള്ള പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1 മാത്രം ശരി. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഒരു പീരിയഡിൽ നിന്നും ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും മൂലകങ്ങളുടെ ലോഹ സ്വഭാവം കുറയുകയാണ് ചെയ്യുന്നത്. ലാസ്യഭാവത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന നൃത്തരൂപം ഏത്? ലാസ്യഭാവത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന നൃത്തരൂപം. ഓപ്ഷൻ എ മോഹിനിയാട്ടം. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം. തെയ്യങ്ങളുടെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. ഓപ്ഷൻ സി കണ്ണൂർ. അടുത്ത ചോദ്യം, ഒളിമ്പിക്സ് ചിഹ്നത്തിലെ പരസ്പരം കോർത്ത 5 വളയങ്ങളിൽ നീലവളയം സൂചിപ്പിക്കുന്നത് ഏത് രാജ്യത്തെയാണ്? ഒളിമ്പിക്സ് ചിഹ്നത്തിലെ നീലവളയം ഏത് രാജ്യത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി യൂറോപ്പ്. സർവ്വവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സർവ്വവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്.
ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. വില്ലുവണ്ടി സമരം നടന്ന വർഷം. താഴെ പറയുന്നവയിൽ ഏത് വർഷമാണ് വില്ലുവണ്ടി സമരം നടന്നത്? ഓപ്ഷൻ ഡി 1893. റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? റെയിൽവേ റിസർവേഷൻ സിസ്റ്റം ഏത് നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ വാൻ. അവസാനത്തെ ചോദ്യം, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ. ഓപ്ഷൻ സി ഡൽഹൌസി പ്രഭു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.